നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബella ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസമേ ഞാൻ ഏതോ ഒരു വീഡിയോ ഇട്ടപ്പം ഒരു കസ്റ്റമർ ഒരു മെസ്സേജ് അയച്ചതാ, ഇതല്ലേ കഴിഞ്ഞ ദിവസം ഇല്ലെന്ന് പറഞ്ഞ് ഇപ്പം എവിടുന്നുണ്ടായിരുന്നു അങ്ങനെ ഏതാണ്ട് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ശരി. അവരും ചോദിക്കുമ്പോൾ ഇല്ല, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് കാണിക്കുന്നു. അപ്പോൾ അവരോർക്കും അത് മനഃപൂർവ്വം കൊടുക്കാഞ്ഞതാണോ, ഇപ്പം എവിടുന്ന് മുളച്ചു വന്നെന്നോ, അങ്ങനെയൊക്കെ ചിന്തിക്കും. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇങ്ങനത്തെ കുറേ സാങ്കേതിക പ്രശ്നങ്ങൾ നമ്മൾ ഒരു എല്ലാവരുടെയും തല വർക്ക് ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. അപ്പം കുറച്ച് സാധനങ്ങൾ നമ്മൾ കാണാതിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കരുതൽ പോലെ മാറ്റി വെക്കും. സ്റ്റോറും കൂടെ ഷോപ്പും കൂടെ ആയതുകൊണ്ട് അവിടേക്ക് വേണ്ടി മാറ്റി വെക്കും. പിന്നീട് അത് എടുത്ത് ഓൺലൈനിൽ കൂടുതലായിട്ടുള്ള എൻക്വയറി വരുമ്പം അവർക്ക് വീണ്ടും കൊടുത്തേക്കാന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെ വരുന്നതാണ്. അങ്ങനെ മാറ്റിവെച്ച കുറച്ച് പ്രീമിയം സാരീസ് ആണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കരുത്, അയ്യോ ഇത് ഞങ്ങളൊക്കെ പലരും അന്ന് ചോദിച്ചതല്ലേ, അന്ന് ചോദിച്ചപ്പോൾ വിദ്യ അല്ലെങ്കിൽ വിദ്യയുടെ സ്റ്റാഫ് ഇല്ലെന്ന് പറഞ്ഞല്ലോ എന്ന് ഓർക്കരുത്. ഇത് ഇങ്ങനെ ചില 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 സാങ്കേതിക വശങ്ങളാൽ സംഭവിച്ചു പോയതാണ്. ഇത് ജൂട്ട് ടെസർ സാരിയാണ്. ജൂട്ട് ടെസർ സാരി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ 5000 സംതിങ് റേറ്റ് വരുന്ന ജൂട്ട് ടെസർ സാരി, അത് 3750 ആ റേറ്റിൽ ഡിസ്കൗണ്ട് സെയിലിന് ഇട്ടായിരുന്നു. ആ സാരി അല്ല ഇത്. ആ സാരി ഈ സാരിയും തമ്മിൽ നല്ല സാമ്യതയുണ്ട്, നല്ല റിസംബ്ലൻസ് ആണ്. പക്ഷേ അതല്ല ഇത്. ഇത് വേറൊരു സാരി. പക്ഷേ ഈ സാരിക്ക് ഇപ്പം ഞാൻ പറയാ, ഇനി ഇതിനൊരു പീസും കൂടി ഇല്ല. അന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാതെ, ഞാൻ പറഞ്ഞില്ലേ, ഈ ബണ്ടിൽ കണക്കിന് സാധനങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ ഈ ഇങ്ങനെ കയറി അവിടെയൊക്കെ ഇരിക്കും, അവിടെ ഇവിടെയൊക്കെ ഇരിക്കും. അങ്ങനെ വന്ന ഒരു സാരിയാണ് ഇത്. നമുക്ക് ഒത്തിരി ഈ ടൈപ്പ് സാരിക്ക് ഇത് അന്ന് കാണിച്ചപ്പോൾ കുറേ കളേഴ്സ് സഹിതം കാണിച്ചായിരുന്നു. അതിന് ഓർഡർ ഉണ്ടായിരുന്നു. 1190 രൂപയാണ് ഇതിൻ്റെ ഡിസ്കൗണ്ടർ റേറ്റ്. 1899 രൂപയുടെ സാരിയാണ്. 1190 രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ്. ഇതാണ് ബോഡി. മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും. 1899 സാരി കേട്ടോ, അത് ഓർക്കണം. ബ്ലൗസ് വന്നിട്ട് ഇതാ പ്ലെയിൻ ആയിട്ട്. ഒത്തിരി ഇവിടുത്തെ ഈ കളറുകൾ മാറി മാറി വരുന്നതനുസരിച്ച് ഒത്തിരി അത് ഈ 1190 തന്നെ ഞാൻ നമ്മൾ ഓൺലൈനിൽ കാണിച്ച് സെയിൽ ചെയ്ത സാരിയാണ്. അടുത്ത സാരി ഇതാണ്. ഒരു സെമി റോസ് സിൽക്കിൻ്റെ സ്റ്റഫാണ്. എന്നിട്ട് ആ സാരിയിൽ ഉടനീളം ബോഡിയിൽ ഫുള്ള് ഇങ്ങനെ കട്ട് വർക്കിൻ്റെ ഒരു പാച്ച് പോലെ ചെയ്തിട്ടുണ്ട്. ആപ്ലിക് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ മോഡൽ സാരിയുടെ കളേഴ്സ് ഞാനന്ന് കൊടുത്തായിരുന്നു. നല്ല റേറ്റുള്ള സാരിയാണ്. 3000 സംതിങ് റേറ്റ് ഉള്ളതാണ്. ഇത് കണ്ടോ, ഇതാണ് മുന്താണിയായിട്ട്. ഇതാണ് ഈ സാരിയുടെ മുന്താണി കേട്ടോ. മുന്താണിയെ നിറച്ചും ഇത് കണ്ടോ ഇങ്ങനെ കട്ട് വർക്ക് ചെയ്തിരിക്കുക. കട്ട് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ ക്രോസ് സ്റ്റിച്ച് ഒരു എംബ്രോയിഡറി വർക്കും കൂടെ ചെയ്തിരിക്കുക. നല്ല രീതിക്ക് പണിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാകും. 3690 അങ്ങനെ ഏതാണ്ടാണ് ഇതിൻ്റെ റേറ്റ്. നോക്കിയിട്ട് പറയാവേ. ഇത് കണ്ടോ, ഇതാണ് ബോഡി. ബോഡിയെ ഫുള്ള് ക്രോസ് സ്റ്റിച്ച് വർക്ക് ചെയ്തിരിക്കുക. അതും പോരാഞ്ഞിട്ട് ഇങ്ങനെ ഇതിൻ്റെ ബോർഡറായിട്ട് ഇങ്ങനെ പൈപ്പിങ്ങും ചെയ്തിട്ടുണ്ട്. അതായത് ഡിസൈനർ സാരി ആയിട്ട് ഡിസൈൻ ചെയ്ത് എടുത്തിരിക്കുന്ന സാരിയാണ്. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ആയിട്ട് വരും. ഇതിൻ്റെ കളർ ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു കോഫിയും ഒരു ബെയ്ജും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത്. നല്ല കളറാ. അതായത് പാർട്ടി വെയർ സാരിയുടെ കളറാ, ഡിസൈനർ വെയർ ആണ്. ഇപ്പോഴത്തെ വില 1450 രൂപയേ ഉള്ളൂ. 3000 ഞാൻ പറയാവേ, വില പറയാം. ഇതുണ്ടോ, നല്ല സാരിയാണ്. മുന്താണി വന്നിട്ട് മുന്താണിയിലാണ് അതിൻ്റെ വർക്ക് മുഴുവൻ ഇരിക്കുന്നത്. 3680. ഇപ്പോഴത്തെ വില 1380 കേട്ടോ. 1380. ഒറ്റ പീസേ ഉള്ളൂ ഇത് കേട്ടോ. ഇതിനൊന്നും പീസസ് ഇല്ല. അടുത്തത് ഒരു സെമി റോസ് സിൽക്ക് സാരി. ഇതിൻ്റെ റെഡ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല. നിങ്ങൾ വീഡിയോ കണ്ടവർക്കൊക്കെ ഓർമ്മ കാണും. ഈ മുന്താണിയൊക്കെ ഓർമ്മ കാണും. ഇതാണ് മുന്താണി. ബോഡി ഇതിപ്പം ജെറ്റ് ബ്ലാക്ക്. ഈ ചെയ്തിരിക്കുന്ന മുഴുവൻ എംബ്രോയിഡറി വർക്കാണ്, മെഷീൻ എംബ്രോയിഡറി ആണ്. മറ്റേ ഗോൾഡൻ ത്രെഡ് വെച്ച് ഫുള്ള് എംബ്രോയിഡറി ചെയ്തിരിക്കുക. ബോഡി ഫുള്ള് അങ്ങനെ എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുക. ഇവിടെ നല്ലൊരു ഭംഗിയുള്ള ഒരു മെഹന്തി കളറിലുള്ള ഒരു സെറിയും കൂടി ഉണ്ട്. നല്ല നല്ല വിലപിടിപ്പുള്ള സാരിയാണ്. ഒരു സെമി റോസ് സിൽക്കിൻ്റെ സ്റ്റഫാണ്. ബ്ലൗസും കൂടെ നോക്കാവേ. ബ്ലൗസ് പ്ലെയിൻ വന്നിട്ടൊന്നുമില്ല. ബ്ലൗസ് പ്ലെയിൻ വന്നിട്ട് ഇതാ ഈ പാർട്ടാണ് ബ്ലൗസ്. ബ്ലൗസ് പ്ലെയിൻ വന്നിട്ട് ഈ ഒരു മെഹന്തി ബോർഡർ ഉള്ളതാണ് ബ്ലൗസ് എന്ന് പറയുന്നത്. സെയിം തന്നെ. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 2690 ആയിരുന്നു. ഇപ്പോഴത്തെ വില 1490.
ഇത് ഇച്ചിരി അത്യാവശ്യം റേറ്റ് ഉള്ള സാരിയാണ്. റോ സിൽക്കാണ്. ഇത് സെമി എന്ന് പറയാൻ പറ്റത്തില്ല, പ്യുവർ റോ സിൽക്കിൻ്റെ തന്നെ ഒരു 80% പ്യുവർ 80 ഇല്ല, ഒരു 70% പ്യുവർ റോ സിൽക്ക് എന്ന് പറയാം. ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത്. ബോഡി കണ്ടോ, ഇങ്ങനെ വരും. നല്ല സോഫ്റ്റ് ആണ്. റോ സിൽക്ക് തന്നെ. റോ സിൽക്ക്, ചിലര് റോസ് സിൽക്ക് എന്നാ, റോ സിൽക്കില്ല, റോ സിൽക്ക് എന്നാ പറയുന്നത്. അതിനൊരു കട്ടിയും പരിവരിപ്പും ഒക്കെ ഉണ്ട്. അതിന്റെ തന്നെ കട്ടി ഉള്ളതും കട്ടി കുറഞ്ഞതും സോഫ്റ്റ് ആയിട്ടുള്ളതും ഒക്കെ വരും. ഇത് സോഫ്റ്റ് ആണ്. നല്ല ഒരു വാടാമുല്ലയുടെ സ്ക്വയർ ഡിസൈനിൽ മുഴുവനും വീവിങ് കൊടുത്തിരിക്കുക. മുന്താണി ഞാൻ കാണിച്ചല്ലോ. ഇതാണ് ഇതിന്റെ മുന്താണി. ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ വരും. ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ വരത്തില്ല. ബുട്ടായും ഈ ഒരു എന്താ ബോർഡറും കൂടെ കൂട്ടിയിട്ടുള്ള ബ്ലൗസ്. റേറ്റ് പറയാവേ. ഇപ്പോഴത്തെ റേറ്റും ഒറിജിനൽ റേറ്റും പറയാം. ഇപ്പോഴത്തെ വില 1990. കണ്ണ് കാണത്തില്ല അതിൻ്റെണ്ണം. 3300 രൂപയുടെ സാരിയാണ്. ഇപ്പൊ എനിക്ക് മെസ്സേജ് വരും ഇത് കാണുമ്പോഴേ, വിദ്യ കണ്ണാടി വെക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, കണ്ണാടി വെക്കാൻ എനിക്കിത് വായിക്കാനേ ഉള്ളൂ പ്രശ്നം. അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുകയും വെക്കുകയും ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അല്ലാതെ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ കാണത്തുമില്ല. നേരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 1490 തോന്നുന്നു. സ്ക്രീനെ കാണും കേട്ടോ. ഈ സാരി നിങ്ങൾക്ക് ഓർമ്മ കാണും. ഇതിന്റെ ഒരു പീസേ ഉള്ളൂ. കുറേ എണ്ണം കൊടുത്തതാണ്. ഇങ്ങനെ ബോർഡർ ഫുള്ള് കട്ട് വർക്ക് ചെയ്തിട്ട് റോ സിൽക്കാണ് മെറ്റീരിയൽ. ഇതാണ്. ഇത് ഓർമ്മ കാണും നേരത്തെ കണ്ടുകൊണ്ടിരുന്നവർക്ക്. ഇങ്ങനെ താഴത്തെ ബോർഡർ ഇങ്ങനെ കട്ട് വർക്ക് ചെയ്തിരിക്കുകയാണ്. റോ സിൽക്കിന്റെ സ്റ്റഫാണ്. ഇതാണ് ഇതിന്റെ മുന്താണിയായിട്ട് വരുന്നത്. ഇതിന്റെ ബോഡിയുടെ കളർ ഒരു ചില്ലി റെഡ്, മുന്താണിക്ക് പിങ്ക് കളറാണ്. ആ കളർ തന്നെയാണ് ബോർഡർ ആയിട്ട് വരുന്നത്. ഇനി ഇത് താഴെ ഇങ്ങോട്ട് വരുമ്പോൾ, ബ്ലൗസിന്റെ പാർട്ടിലേക്ക് വരുമ്പോൾ ബ്ലൗസ് വരുന്നത് ഇതാണ്. ഈ ഒരു മുന്താണിയിലും ഈ മുന്താണിയിലും ഈ ബോർഡറിലും വരുന്ന കളറാണ് ബ്ലൗസിന് വരുന്നത്. എന്നിട്ട് അതിന്റെ കൂടെ ഇങ്ങനെ ഒരു സിൽവർ ബുട്ടാസ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലൗസിന്റെ കയ്യെ വെക്കാനായിട്ടും ഇങ്ങനെ ഒരു കട്ട് വർക്കിന്റെ പാച്ച് കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ എത്ര വീതിയിൽ വെക്കണം, എത്ര വീതി കുറച്ച് വെക്കണം, എങ്ങനെ വെക്കണം എന്നൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇതിന്റെ ബോഡി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. അന്നത്തേലും കുറച്ച് റേറ്റ് ഇതിന് വീണ്ടും കുറച്ചിട്ടുണ്ട്. കാരണം ലാസ്റ്റ് പീസാണ്. ഇതിനില്ല. ഞാനിത് കുറേ നോക്കിയിട്ടും ഒരെണ്ണം പോലും ഇല്ല. കാരണം ഇത് അന്ന് ഒത്തിരി പോയതാണ്. എവിടെയോ ഇതിന്റെ ചിലപ്പം ഈ പീസ് തന്നെ കാണിച്ചിട്ടും ഉണ്ടായിരിക്കും ഓൺലൈനിൽ. എന്നിട്ട് ചോദിച്ചിട്ട് ഇല്ല എന്നും പറഞ്ഞു കാണും. അതൊക്കെ ശ്രദ്ധയിൽപ്പെടാതെ ഒക്കെ ഇരിക്കും. അങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ്. ഇതിന്റെ അന്നത്തെ വില എനിക്ക് തോന്നുന്നു 1890 എന്നാണ് തോന്നുന്നത്. ഇപ്പോഴത്തെ ഇതിന്റെ വില 1399 ഉള്ളേ. നേരത്തെ വില 2890. ശരിക്കും ഇതിന്റെ വില 2890 ആണ്. ഇപ്പോഴത്തെ വില 1399. ഇനി വേറൊരു സാരി. ഇത് കണ്ടോ, ഇതാണ്. ഇത് ഫുള്ള് എംബ്രോയിഡറി വർക്കാ. ഇതിന്റെ ഉണ്ടല്ലോ, ഇതിന്റെ കളർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈസ് ഗ്രീനിന്റെയും ആഷിന്റെയും കൂടെ കൂടിയിട്ട് ഒരു ഡാർക്ക് കളറിലേക്കാണ് പോകുന്നത്. പക്ഷെ ഉണ്ടല്ലോ, ഒരു ഡസ്റ്റി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഇതിന് പോയിരിക്കുന്നത്. ഇത് ഫുള്ള് എംബ്രോയിഡറി വർക്കാണ്. ഈ ഒരു ബോർഡർ, ബൂട്ടാസ് എല്ലാം എംബ്രോയിഡറി വർക്കാണ്. ഒരു ഡബിൾ ഷെയ്ഡഡ് ആയിട്ട് കയറി വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കയറി വരുന്നുണ്ട്. ഇതാണ് ബോഡി ഫുള്ള് ഇങ്ങനെ തന്നെയാണ് ഈ ഒരു ബൂട്ടാസ് പോയിരിക്കുന്നത്. ഇത് ഫുള്ള് അങ്ങനെ തന്നെയാണ് ബോഡി പോയിരിക്കുന്നത്. ബ്ലൗസ് വരുമ്പോൾ ഇത് വരും ബ്ലൗസ്. ഉണ്ടോ, അത് തന്നെ ഇതിന്റെ നല്ല വശമല്ല, ഇതാ നല്ല വശം. ഇങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡഡ് പോലെയാണ് പോയിരിക്കുന്നത്. വിലയും കൂടെ പറയാം. 1690. 600 ആണോ 800 ആണോ? 1899. ഇപ്പോഴത്തെ വില 1100 രൂപയേ ഉള്ളൂ. ആ സാരിയുടെ തന്നെ നല്ല പിങ്ക് ഷെയ്ഡ്. അത് ആഷും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറായിരുന്നു. ഇത് പിങ്ക്. സെയിം സാരി തന്നെ, എന്നിട്ട് പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ലതാണല്ലോ. ഇതാണ് മുന്താണി. ബോഡി ഫുള്ള് ഈ ഒരു ബൂട്ടാസ് പോലെ വരും. ബ്ലൗസ് ഞാൻ കാണിച്ചല്ലോ. സെയിം റേറ്റ്, എല്ലാ കാര്യങ്ങളെല്ലാം സെയിം. 1100. ഇനി അതിന്റെ ഒരു കളറും കൂടെ ഉണ്ട്. ഒലിവ് ഗ്രീൻ ആണോ പാരറ്റ് ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ. തനി പാരറ്റ് ഗ്രീൻ എന്ന് പറയാൻ പറ്റത്തില്ല, തനി ഒലിവ് ഗ്രീൻ എന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കളറാണ് കേട്ടോ. ഇത് ഇങ്ങനെ വരും. ഇത് മുന്താണി.
ഈ പോകുന്നതാണ് മുന്താണി. ഈ സാരിക്കല്ലേ എല്ലാ സാരി 3 സാരി ഒരുപോലത്തെ തന്നെയാണ്, പക്ഷെ ഈ കളറിൻ്റെതാണ് ലൈറ്റ് അടിക്കുമ്പോൾ ഭയങ്കര ഓവർ തിളക്കം തോന്നിക്കുന്നുണ്ട്. ഇല്ല, ഒരു സെമി റോസ് സിൽക്കിന്റെ സ്റ്റഫാണ്, അതിന്റെ ഒരു തിളക്കങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഓവർ ആയിട്ടുള്ള തിളക്കമൊന്നുമില്ല. സ്റ്റഫ് ഞാൻ പറഞ്ഞില്ലായിരുന്നു അല്ലേ, ഇത് ഒരു സെമി റോസ് സിൽക്ക് സ്റ്റഫാണ്. ആ ഒരു ബ്ലാക്ക് കാണുമ്പോൾ അത്ര ഫീൽ ആകുന്നില്ല. അതിന് അടുത്തത് ഈ ഒരു പീച്ച്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയ്ക്കകത്താണോ, കഴിഞ്ഞ പ്രീമിയത്തിന്റെ ഡിസ്കൗണ്ട് സെയിലിനകത്താണോ ഇത് തന്നെ കാണിച്ചിരുന്നു. ഇതിന്റെ പീസസ് ഇല്ലാന്നായിരിക്കും ചിലപ്പോൾ പറഞ്ഞ. ഈ ഒരു കളറിന് ഒത്തിരി പേര് ഈ ഒരു മോഡലിന് ചോദിച്ചതാണ്. അപ്പൊ അവരൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇതാ ഈ പറഞ്ഞ ഈ പ്രശ്നം ഇതാ, അന്നില്ലായിരുന്നല്ലോ, ഇന്ന് എവിടുന്ന് വന്നു, അന്ന് വിദ്യ ഒറ്റ പീസ് എന്നല്ലേ പറഞ്ഞെന്നൊക്കെ ചോദിക്കും. ഈ പറഞ്ഞ പോലെ ആർഗ്യുമെന്റ്സിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒത്തിരി മനുഷ്യനുണ്ട്. മനുഷ്യർക്ക് ഇങ്ങനെ ആർഗ്യൂ ചെയ്ത് ഞാൻ ജയിക്കണം, എന്നെ ജയിപ്പിക്കണം എന്തോ ഒരു ഇതുള്ള പോലെയാ. ആ ജയിക്കുകയല്ല മനുഷ്യൻ. ഈ ആർഗ്യുമെന്റ്സിന് പോകുന്നവരെല്ലാം തോറ്റു പോകാന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യം. എന്നാ ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ, അത് സമ്മതിക്കണം, അതാണ് കറക്റ്റ് എന്ന് ഒരു കൺവിൻസ് ചെയ്യിക്കാനുള്ള ഒരു ഇതാണ് സാരിയെ. നല്ലൊരു പീച്ച് കളർ, അന്ന് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞായിരുന്നു, നല്ലൊരു പീച്ച് കളർ. കാരണം ഈ പീച്ച് കളറിന് എന്തോ ഒരു ആൾക്കാർ ചോദിച്ചതാണോ, ഞാൻ ഈ കളർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്നോടൊപ്പം സ്റ്റാഫൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു ഇതുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാനിട്ട് അവരെ കൂടെ വഴക്ക് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. റീസ്റ്റോക്ക് വരികയല്ലെന്ന് അറിയത്തില്ലേ, ഇത് ഡിസ്കൗണ്ട് ഐറ്റത്തിന് വിൽക്കുന്ന സാധനമല്ല, അതിനെങ്ങനെയാണ് റീസ്റ്റോക്ക് വരുന്നത്? കാരണം ഒരു ഇത്ര നാളിന് മുന്നേ വന്നതല്ലേ, അതിന് പിന്നെ റീസ്റ്റോക്ക് വരും. ഈ അടുത്ത നാളിൽ വന്നാൽ കഴിഞ്ഞ ആഴ്ച വന്നതിനൊക്കെ അല്ലേ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവരുള്ളൂ. പിന്നെ ഇത് സെമി റോസ് സിൽക്കാണ്. ഇതാണ് സ്റ്റഫ്. ഇങ്ങനെ എംബ്രോയിഡറി വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു പീച്ച് കളറ്, എന്നിട്ട് ഇങ്ങനെ നല്ലൊരു ഗ്രീൻ്റെ ഒരു ഷെയ്ഡാണ് പോയിരിക്കുന്നത്. ബ്ലൗസ് വരുമ്പോഴത്തേനും പ്ലെയിൻ വന്നിട്ട് ഈ ഒരു കളറ് എന്താ ബോഡി ഇതേ കൂടെ ഇങ്ങനെ ഒരു വീവിങ് കൊടുത്തിട്ട്, ഇതെല്ലാം വീവിങ് ആണ്. ഈ ബോഡിയെ പോയിരിക്കുന്ന ഇത് ഈ ബൂട്ടാസ് കാണുന്ന ഫുള്ള് എംബ്രോയിഡറി വർക്ക്, സൈഡിൽ കൊടുത്തിരിക്കുന്ന ബോർഡർ വീവിങ്. റേറ്റ് 1390 തോന്നുന്നു, സ്ക്രീനെ കാണും നേരത്തെ റേറ്റ് തന്നെ. ഇത് മുമ്പേ കാണിച്ച ബ്ലാക്ക് ഇല്ലേ, ആ ബ്ലാക്കിന്റെ ഗ്രീൻ കളർ കേട്ടോ. സെയിം സാരി, സെമി റോസ് സിൽക്ക്, എല്ലാം സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. കളർ മാത്രം വ്യത്യാസം, അതിൻ്റെ കൂടെ ഒന്നിച്ച് കാണിച്ചാൽ മതിയായിരുന്നു. ഈ പറഞ്ഞ പോലെ അത് ഇങ്ങനെ മാറിയിരുന്ന, ബാക്കി എല്ലാം സെയിം കേട്ടോ. ഈ ഒരു എംബ്രോയിഡറി വർക്ക്, മുന്താണിയ സെറി, ഇതെല്ലാം ചെയ്തിരിക്കുന്ന എംബ്രോയിഡറിയാണ്. സ്റ്റഫ് സെമി റോസ് സിൽക്ക്. ഇതുണ്ട് മഡ്ക ടസറി വരുന്ന ഒരു സാരിയാണ്. ഈ ഒരു ഇത് കണ്ടോ, മുന്താണിയാണ് ഈ കാണുന്നത്. കട്ട് വർക്ക് സാരി, ഒരു നല്ല ഒരു കോപ്പർ ഗോൾഡ് ത്രെഡ് കൊണ്ടുള്ള, നല്ല സിൽക്കി ത്രെഡ് കൊണ്ടുള്ള സിൽക്കി ത്രെഡ് കൊണ്ടുള്ള എംബ്രോയിഡറിയാണ്. എന്നിട്ട് കട്ട് വർക്കും കൂടെ ചെയ്തിരിക്കുക. മഡ്ക ടസറാണ് സ്റ്റഫ്. ബോഡിയിലും അങ്ങനെ തന്നെ ഇത് കണ്ടോ, ഇങ്ങനെ തന്നെ. ഇത് ആഷ് കളറാണ്. നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു സാരി. ഓൾറെഡി ഇത് ടസറാണ്, അതിൻ്റെ കൂടെ കട്ട് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട്. കട്ട് വർക്ക് മാത്രമല്ല, ഫുള്ള് നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറിയും ചെയ്തിട്ടുണ്ട്. ബോഡിയെ നിറച്ചും ബൂട്ടാസും ഉണ്ട്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 3400 രൂപയുടെ സാരിയാണ്. ഇപ്പോഴത്തെ വില 1600 രൂപ. ഇതില്ലേ, ഈ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാസോ കൈൻഡ് ഓഫ് സാരിയാണ്. ബ്രാസോയുടെ ഒറിജിനൽ സാരി. ബ്രാസോയുടെ ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ് ഒക്കെ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. ഇത് ബ്രാസോയുടെ ഒറിജിനൽ സാരിയാണ്. ബ്രാസോ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇങ്ങനെ അതിൻ്റെ ഒരു വീവിങ്ങിൽ ഇങ്ങനെ എടുത്തെടുത്ത് നിൽക്കും. ആ ഒരു അതിൽ കൂടെ കൊടുത്തിരിക്കുന്ന ഡിസൈൻ, അതാണ് കൂടുതലും ഇത്. പിന്നെ അതിൻ്റെ താഴത്തെ ബോർഡർ എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുക ഫുള്ള്. നല്ല സാരിയാണ്, നല്ല ഒതുങ്ങിക്കിടക്കും. ബ്രാസോ ഇഷ്ടമില്ലാത്ത ഒരു മനുഷ്യരുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്ര ഒരു എടുപ്പും ഇതും എല്ലാം തോന്നും. നല്ലൊരു സ്റ്റഫും കാര്യങ്ങളും, നല്ല ഒതുങ്ങിക്കിടക്കും. ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് ഉടുക്കാം, നമുക്ക് ഭയങ്കര മാനേജബിളാണ്. ഇതാണ് മുന്താണി എന്ന് പറയുന്നത്. നല്ലൊരു അതിലും ഏറ്റവും വലിയ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വരുന്ന കളേഴ്സ്, ബ്രാസോയ്ക്ക് വരുന്ന കളേഴ്സ് എല്ലാം ഒരു പ്രത്യേകത. ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഒരു പ്രത്യേകത ഫീൽ ചെയ്യും. കണ്ടോ, ബ്രാസോ ശരീരത്തേക്ക് ഇടുമ്പോൾ തന്നെ ഒരു ഇതാ. ബ്രാസോയുടെ ഏറ്റവും കുറഞ്ഞ റേറ്റ് വന്നു കഴിഞ്ഞാൽ 500 രൂപ 550 രൂപയുടെയൊക്കെ ഉള്ള സാരി ഉണ്ട്. പക്ഷെ അതിനെല്ലാം ഇഴകളൊക്കെ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അതിട്ടാൽ പോലും നല്ലൊരു രസമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്, അത്രയും റേറ്റ് കുറഞ്ഞ സാരിയാണെന്ന് പറഞ്ഞാൽ പോലും. ഇതുണ്ട്, ഇതിൻ്റെ താഴത്തെ ബോർഡറിൽ നല്ല ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി കൊടുത്തേക്കുന്ന പോലത്തെ ഒരു എംബ്രോയിഡറി കൊടുത്തിട്ടുമുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1890 ഇപ്പോഴത്തെ വില 1290 രൂപ.
ഇതിൻ്റെ മറ്റൊരു കളറ് നേവി ബ്ലൂവെ കൂടെയാണ് പോയിരിക്കുന്നത്. സെയിം ബാക്കിയെല്ലാം സെയിം ആണ്. ഡിസൈൻ പ്രിന്റിൽ ഈ ബോഡിയിലെ ബോർഡറിലെ ഡിസൈൻ വ്യത്യാസം ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഇത് ഇങ്ങനെ വരുന്ന ഒരു എംബ്രോയിഡറി വർക്ക്. ബോഡി ഇങ്ങനെ വരും. മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും. ഇത് ഭയങ്കര തിളക്കമായിട്ട് നിൽക്കത്തില്ല കേട്ടോ, അങ്ങനെ ഒരു തെറ്റിദ്ധരിക്കല്ലുണ്ടേ. ഇത് ഡയറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ തിളക്കമല്ല, ആർക്കും മനസ്സിലാകും അതിന്റെ ഡിസൈൻ അങ്ങനെ തിളക്കമല്ല, ഒരു കോപ്പർ കളറേ ഫീൽ ചെയ്യത്തുള്ളൂ. ഒരു സിൽക്കി ത്രെഡാണ്, അതിന്റെ ഒരു ഗ്ലോ ഉണ്ട്. തീരെ ഗ്ലോ ഇല്ലെന്നല്ല, എന്നുകൊണ്ട് ഭയങ്കര തിളങ്ങി അങ്ങൊരു ഈ ബ്രൊക്കേഡൊക്കെ നിൽക്കുന്ന പോലെ അങ്ങനെ നിൽക്കുന്ന ഒരു ടൈപ്പ് അല്ല കേട്ടോ. അങ്ങനെ എക്സ്പെക്ട് ചെയ്യരുത്. അത് ഇഷ്ടമുള്ളവരാണേലും ഇഷ്ടമില്ലാത്തവരാണേലും അങ്ങനെ എക്സ്പെക്ട് ചെയ്യരുത്. ബ്ലൗസ് വന്നിട്ട്, ഈ ബ്ലൗസ് ഞാൻ മുമ്പത്തേന് കാണിച്ചില്ലേ, ഇതിനും ഇതിൻ്റെ തന്നെ കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇതാണ് ബ്ലൗസ് കേട്ടോ, സെയിം റേറ്റ്. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല, ക്യാൻസലേഷൻ ഇല്ല, അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇല്ല. ഇത് ഫൈനൽ ആണ്. പ്രൊഡക്ഷൻ സെയിലിനെല്ലാം അങ്ങനെയാണെന്ന് അറിയാമല്ലോ. അപ്പം എന്നെ കൊണ്ട് അപ്പടി ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. എന്തോ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. മഴയൊക്കെ അങ്ങ് പെയ്ത ഒരു തണുപ്പൊക്കെ ആകുമ്പോൾ നമുക്കൊക്കെ ഒരു മടി കയറിയല്ലേ. അതെനിക്ക് ഇച്ചിരി കയറിയിട്ടാണ്. നിങ്ങൾക്കൊക്കെ കയറുമെന്ന് എനിക്കറിയത്തില്ല, എനിക്കുണ്ട് ഇച്ചിരി. ചടങ്ങി കൂടിയൊക്കെ ഇങ്ങനെ അങ്ങ് ഇരിക്കാനൊരു തോന്നൽ. എന്നാലും ജോലി എടുക്കേണ്ട കാര്യങ്ങൾ ജോലി എടുക്കാതെ പറ്റുമോ. അപ്പം അത്രയേ ഉള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.